പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഷെയ്ഖുന കോട്ടുമല ഉസ്താദിനോട് വളരെ വിനയപൂർവ്വം അധ്യക്ഷന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فذكروا فإن الذكرى تنفع المؤمنين. صدق الله العلي العظيم. വേദിയുടെ അധ്യക്ഷൻ, ഈ മഹത്തായ ചടങ്ങിലെ മുഖ്യ അതിഥി പ്രിയങ്കരനായ MP MI ഷാനവാസ്, വേദിയിലുള്ള ബഹുമാന്യരായ സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും സമുന്നതരായ നേതാക്കൾ, ഈ മഹത്തായ മജ്‌ലിസിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ അവസാനത്തെ 10 അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ. വിശുദ്ധമായ റമദാൻ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ ഒരു മാസമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അല്ലാഹുവിന്റെ അനുഗ്രഹം വർഷിച്ചുകൊണ്ടേയിരിക്കുന്ന മാസം. ഈ മാസത്തിൽ ചെയ്യുന്ന അമലുകൾക്കൊക്കെ തന്നെ വളരെ ധാരാളം പ്രതിഫലം ഇരട്ടിയായി കൊടുത്തുകൊണ്ടിരിക്കുന്ന മാസം. ആ മാസത്തിന്റെ അവസാനത്തെ 10 ഏറ്റവും ശ്രേഷ്ഠമായ 10 എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അവസാനത്തെ 10 നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു രാത്രിയെ പ്രതീക്ഷിക്കാമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം കൊണ്ടും ഏറ്റവും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ഇവിടെ വെച്ച് നടക്കുന്ന റമദാൻ പ്രഭാഷണ പരിപാടിയുടെ 2ാമത്തെ ദിവസത്തിലാണ് നമ്മളൊക്കെ ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. പരിശുദ്ധ റമദാൻ മാസം അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ ഹുദയെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ ഹിദായത്തിനെ സംബന്ധിച്ചൊക്കെ തന്നെ ധാരാളം കേൾക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങളും വേദികളും ഉണ്ടാക്കേണ്ടതാണ്. വിശുദ്ധമായ അല്ലാഹുവിന്റെ ഖുർആൻ ഈ ലോകത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടതും ഈ പരിശുദ്ധമായ മാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞു, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനെ ഈ ലോകത്തേക്ക് അല്ലാഹു ഇറക്കിയ മാസമാണ്. എന്തിനാണ് ആ ഖുർആൻ ഈ ലോകത്തേക്ക് അല്ലാഹു ഇറക്കിയത്? അതിന്റെ ഉദ്ദേശവും അല്ലാഹു വ്യക്തമാക്കുന്നു. എന്താണ് ആ ഖുർആൻ? ഹുദൻ ലിന്നാസി മുബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ ലോകത്തിന് മുഴുവനും സത്യസാക്ഷിയായി, ഈ ലോകത്തിന് മുഴുവനും അല്ലാഹുവിന്റെ പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലാഹുവിന്റെ ഹിദായത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന,
ഇവിടെയുള്ള ജനങ്ങളെ മുഴുവനും നല്ല മാർഗത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനമായ ഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നമുക്ക് നൽകിയത് ഈ പരിശുദ്ധ മാസത്തിന്റെ മഹത്വം കൊണ്ടാണ്. പരിശുദ്ധമായ ഈ മാസം ആ വിശുദ്ധമായ ഖുർആനെ കൂടി നമുക്ക് നൽകാൻ അല്ലാഹു തെരഞ്ഞെടുത്തു. അങ്ങനെ തെരഞ്ഞെടുത്ത പരിശുദ്ധമായ ആ ഖുർആൻ അത് ഈ ലോകത്തിന് ഹുദയാണ്, ലോകത്തിന് സന്മാർഗമാണ്. ആ മഹത്തായ സന്മാർഗത്തിലേക്ക് ജനങ്ങളെ മുഴുവനും ആകർഷിക്കാനും അതിലേക്ക് അടുപ്പിക്കാനുമുള്ള വേദികളാണ് വിശുദ്ധമായ റമദാൻ മാസത്തെ ഏറ്റവും സമ്പുഷ്ടമാക്കുന്നത്. അതിന്റെ വിജ്ഞാന വേദികൾ, അതിലൊരു പ്രധാനപ്പെട്ട വേദിയാണ് ഇവിടെയും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അവിടുത്തെ ജീവിതകാലത്ത് റമദാൻ മാസമാകുമ്പോൾ അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ പരിശുദ്ധ ഖുർആന്റെ വാർഷികം ആഘോഷിക്കാറുണ്ടായിരുന്നു. ഖുർആന്റെ വാർഷികം. കാരണം ഖുർആനെ ഇവിടെ ഇറക്കിയിട്ടുള്ളത് പരിശുദ്ധ റമദാനിലാണ്. റമദാൻ മാസം വന്നാൽ ഖുർആന്റെ വർഷം തികഞ്ഞു. അങ്ങനെ വർഷം തികയുന്ന ഈ മാസത്തിൽ ആ പരിശുദ്ധ ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിലുള്ള ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ആ ഖുർആന്റെ വാർഷികാഘോഷം ഇവിടെ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൂടി നടത്താറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ കാണാം. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുക്കുക. ഫയുദാരിസുൽ ഖുർആൻ, അവർ രണ്ടുപേരും അങ്ങും ഇങ്ങും ഖുർആനെ ഓതിക്കൊടുത്ത് ഓതി കേൾപ്പിച്ച് ഈ മഹത്തായ ഈ ഖുർആന്റെ വാർഷിക ആഘോഷം നടത്തിപ്പോന്നിരുന്നു എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഖുർആൻ അത്രയും വലിയ, ഈ ലോകത്തിന് തന്നെ ഏറ്റവും വലിയ പ്രഭയുടെയും പ്രകാശത്തിന്റെയും ഒരു മഹത്തായ സന്ദേശമാണ് നൽകുന്നത് എന്നത് വളരെ വ്യക്തമാണ്. അത് തന്നെയാണ് മുസ്ലിം സമുദായത്തിന് അല്ലാഹു നൽകിയ അനുഗ്രഹവും. മഹാനായ പ്രവാചകനിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഈ സമുദായത്തിന് അല്ലാഹു നൽകിയ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനെ നമുക്ക് എപ്പോഴും ഓതാനും പഠിക്കാനും മനസ്സിലാക്കാനും അതിന്റെ ഉള്ളടക്കങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും സാധിച്ചാൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തിയാവുകയുള്ളൂ. കാരണം ഖുർആൻ ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മുഴുവനും ഹുദയാണ്, ജനങ്ങൾക്ക് മുഴുവനും സന്മാർഗമാണത്. ആ സന്മാർഗം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ ലോകത്തേക്ക് അല്ലാഹു സ്വർഗ്ഗലോകത്തിൽ നിന്ന് അയച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അല്ലാഹു ആദം നബിയെ അയക്കുമ്പോൾ അവിടത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഹുദ വരാൻ പോകുന്നുണ്ട്, ഒരു സന്മാർഗ രേഖ നിങ്ങൾക്ക് നൽകപ്പെടുന്നുണ്ട്. ആ സന്മാർഗരേഖ കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുകൊണ്ട് ആര് ജീവിക്കുന്നുവോ, ആർക്കാണ് അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നതെങ്കിൽ അവർക്ക് ഒരു പേടിയും വേണ്ട, ഒരു ദുഃഖവും ഉണ്ടാകില്ല, അവർ വളരെ സന്തോഷവാന്മാരായിരിക്കും. ആ ഹുദ സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ, ആ ഹുദ എങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത്? അതിനെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അതിന്റെ ആശയങ്ങളും ഉള്ളടക്കങ്ങളും താല്പര്യങ്ങളും അതിന്റെ സന്ദേശങ്ങളും ഒക്കെ തന്നെ നമുക്ക് പരസ്പരം ഇങ്ങനെ കൈമാറിക്കൊണ്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കാം. ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. നിങ്ങൾ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കണം. ആ ഉപദേശം നിങ്ങളിൽ നിന്ന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതുണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സമ്പുഷ്ടമാക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഉപദേശം നിങ്ങൾ നടത്തിയാൽ തൻഫഉൽ മുഅ്മിനീൻ, ഈമാനുള്ള എല്ലാവർക്കും അത് ഉപകരിക്കും.
ഖുർആന്റെ ആ ഒരു തദ്കീർ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ, അതിനെങ്ങനെ ഓർമ്മിപ്പിക്കുന്ന, അതിന്റെ ആശയങ്ങളൊക്കെ തന്നെ വ്യക്തമായി വിശദമായി വിവരിക്കുന്ന ഒരു പരിപാടി നടന്നാൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് മുഴുവൻ അത് ഉപകരിക്കും. അത് സ്വീകരിക്കാൻ അവർക്ക് സന്മനസ്സുണ്ടാകും. കാരണം അല്ലാഹു വിശുദ്ധമായ ഖുർആന്റെ മറ്റൊരു ഭാഗത്ത് വേറൊരു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ആയത്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇദാ ദുക്കിറത് അലൈഹിം ആയാതുഹു, ഖുർആന്റെ ആയത്തുകൾ അവരുടെ മേൽ ഓതപ്പെട്ടാൽ സാദത്തുഹും ഈമാന, അവർക്ക് ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഖുർആന്റെ ആയത്തുകൾ അവർക്ക് ഇങ്ങനെ ഓതിക്കൊടുത്താൽ വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, ആ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുത്താൽ, ആ ഓതി കേൾപ്പിച്ചാൽ അതിന്റെ കാര്യങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കുന്നതിനനുസരിച്ചുകൊണ്ട് അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈമാൻ വർദ്ധിക്കുക എന്നതാണ് ഈ വിശുദ്ധമായ ഖുർആനിലൂടെ, ഖുർആന്റെ ആശയങ്ങളിലൂടെയൊക്കെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കേണ്ടത്. അതിനുള്ള വേദിയായി ഈ കാണുന്നതൊക്കെ, ഇങ്ങനെയുള്ള പല വേദികൾ നടത്തപ്പെടുന്നുണ്ട്. റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ലോകം മുഴുവനും ഇങ്ങനെയുള്ള വേദികൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ നമ്മളുടെ ജീവിതം പഴയതുപോലെ തന്നെ, പഴയ രീതിയിൽ തന്നെ എന്ന് വെച്ചാൽ നമ്മൾ മോശമായ ഒരവസ്ഥയിൽ തന്നെ തുടർന്നു പോവുകയാണെങ്കിൽ അല്ലാഹുവിന്റെ മുന്നിലെത്തുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറഞ്ഞു, യൗമ യഅവ്വു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീല യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല ലഖദ് അദല്ലനി അനിൽ ദിക്രി ബഅദ ഇദ് ജാഅനി വകാന അശ്ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല. അവിടെ അല്ലാഹുവിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ നമുക്കൊക്കെ ഖേദിക്കേണ്ടി വരും. അല്ലാഹുവിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ നമ്മൾ വിരല് കടിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ഖേദപ്രകടനം നടത്തും. എന്താണ് അവർ പറയുന്നത്? യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീല, അല്ലാഹുവേ, ഞാൻ ഈ ഭൗതിക ലോകത്ത് ജീവിച്ചപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനെ ഉൾക്കൊള്ളാനും പ്രവാചകൻ കൊണ്ടുവന്ന ഈ പരിശുദ്ധമായ ദീനിനെ ഉൾക്കൊള്ളാനും ആ പരിശുദ്ധമായ മാർഗത്തിലൂടെ സഞ്ചരിക്കാനും എനിക്ക് സാധിച്ചില്ല. അതുണ്ടായിരുന്നെങ്കിൽ എന്ന് അവിടെ വെച്ച് അല്ലാഹുവിന്റെ മുന്നിൽ വെച്ച് അവൻ ഖേദപ്രകടനം നടത്തും. യാ വൈലത്താ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്തുകൊണ്ടാണ്? എനിക്ക് ഒരുപാട് കൂട്ടാളികൾ ഉണ്ടായിരുന്നു. എന്റെ കൂട്ടാളികൾ മുഴുവനും എന്നെ വഴി പഴപ്പിക്കുന്ന മാർഗത്തിലേക്കാ കൊണ്ടുപോയത്. സന്മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രവാചകന്റെ മാർഗം സ്വീകരിക്കാൻ എനിക്ക് സന്മനസ് വന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പഴച്ചു അല്ലാഹുവിന്റെ മുന്നിൽ വെച്ച് അങ്ങനെ അവൻ അങ്ങനെ കുറ്റസമ്മതം നടത്തുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആ ഖേദപ്രകടനത്തിന് ഒരു വിലയും നൽകുകയില്ല. ലഖദ് അദല്ലനി അനിൽ ദിക്രി ബഅദ ഇദ് ജാഅനി വകാന അശ്ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, അവൻ സമ്മതിച്ചു, അവനെ പഴപ്പിച്ച ആ ശൈത്താനാണ് അവനെ ഈ മാർഗത്തിൽ നിന്നും മാറ്റിയത്, അവന് പഴിച്ചുപോയത്. അങ്ങനെ പഴിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അവനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ശൈത്താനെ അനുകരിച്ചുകൊണ്ട്, ആ ശൈത്താനെ സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശൈത്താന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് അവൻ ജീവിച്ച് പോന്നതിന്റെ ഒരൊറ്റ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഖേദപ്രകടനത്തിന് അവന് സാധിച്ച് അവന് ഇങ്ങനെ ഒരു ഖേദപ്രകടനം നടത്തേണ്ടി വന്നത് എന്ന് വിശുദ്ധമായ ഈ വാക്കിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള എല്ലാ പഴച്ച മാർഗങ്ങളിൽ നിന്നും മാറി അല്ലാഹുവിന്റെ ഹിദായത്തിലേക്ക്, അല്ലാഹുവിന്റെ സന്മാർഗത്തിലേക്ക്, പ്രവാചകന്റെ വഴിയിലേക്ക്, പ്രവാചകൻ നമ്മളെ കൊണ്ടുപോകുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ആ സന്തോഷത്തിന്റെ സ്വർഗലോകത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കണമെങ്കിൽ
ഇതുപോലുള്ള വേദികളൊക്കെ ഉപയോഗപ്പെടുത്തി ഇവിടെ നിന്നും പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി അതൊക്കെയും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമുക്ക് പോകാൻ സാധിക്കണം. എന്നാൽ മാത്രമേ ഈ പരിശുദ്ധമായ മാസത്തിന്റെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല മഹാന്മാരായ ആളുകളുടെയൊക്കെ മാർഗത്തിലൂടെ ഈ പരിശുദ്ധമായ ദീനിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കൊക്കെയും അല്ലാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഇവിടത്തേക്ക് അതിന്റെ കുറിപ്പുകളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ എല്ലാ രോഗങ്ങളെയും അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അവർ പ്രത്യേകം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവരുടെ രോഗങ്ങളെയും അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ഈ ദീനിന് ഉപകരിക്കുന്ന നിലക്ക് ജീവിക്കാൻ അവർക്കും നമുക്കുമൊക്കെയും അല്ലാഹു അനുഗ്രഹവും തൗഫീഖും നൽകുമാറാകട്ടെ. നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ഖൈറും ബർക്കത്തും നിലനിർത്തി തരുമാറാകട്ടെ. ഇതൊരു മഹത്തായ സങ്കല്പമാണ്. ഇവിടെ നേരത്തെ കേട്ടതുപോലെ ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ശുഹദാ ആണ് താത്തൂർ ശുഹദാ. വലിയ കറാമത്തുകൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രമാണ് താത്തൂർ ശുഹദാ. അതാ ഉൾപ്രദേശത്താണ്. ആർക്കും കൊണ്ട് എത്തിപ്പെടാൻ പോലും പ്രയാസമുണ്ട്. അങ്ങനത്തെ ഉൾപ്രദേശത്തുള്ള ആ ശുഹദാക്കള് ഇന്ന് ഇത്രയും വലിയൊരു പ്രശസ്തമായ അവസ്ഥയിലേക്ക് എത്തിയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആ മഹാന്മാരായ ശുഹദാക്കന്മാരുടെ കഴിവുകൾ, അവരുടെ കറാമത്തുകൾ, അവരുടെ അത്ഭുതങ്ങൾ അതൊക്കെ തന്നെ ലോകത്തിന് മുഴുവനും മനസ്സിലാക്കാനും പഠിക്കാനും സാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശുഹദാക്കന്മാർ, ആ ശുഹദാക്കന്മാരുടെ സ്മരണാർത്ഥം അവരംഗവിശ്രമം കൊള്ളുന്ന മഖാമിന്റെ അടുത്ത് തന്നെ ഒരു സ്ഥാപനം ഉണ്ടാവാൻ പോവുകയാണ്. ആ സ്ഥാപനം അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകളൊക്കെ തന്നെ വിചാരിച്ചതിനേക്കാൾ ഉപരിയായി അതിന് സഹായവും സംഭാവനയും ചെയ്തുകൊണ്ട് അതിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥാപനം, അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അതിവിടെ പെട്ടെന്ന് യാഥാർത്ഥ്യമാകാൻ വേണ്ടി ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് SKSF ഇങ്ങനെയുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ വിശുദ്ധ മാസത്തിന്റെ മഹത്വവും പുണ്യവും ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ കൂടുതൽ ദാനധർമ്മം ചെയ്തിരുന്ന മാസം റമദാൻ മാസം. കാരണം അജ്വദൻ നാസീനാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ തന്നെ പറയാം. കാരണം അജ്വദൻ നാസ് ഏറ്റവും കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്തിരുന്ന മാസം റമദാൻ മാസമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ഖുർആൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓതി അവര് ആ ഖുർആൻ ആഘോഷിക്കുന്ന ആ ഒരു മാസത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഏറ്റവും കൂടുതൽ ദാനധർമ്മം ചെയ്തിരുന്നത്. ആ ഒരു മാതൃക നമുക്കുണ്ടാകണം. നമ്മളൊക്കെയും തന്നെ പരമാവധി നമുക്ക് കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ധർമ്മങ്ങളുമൊക്കെ ഈ മാസത്തിൽ ചെയ്യാൻ നമ്മളൊക്കെ തയ്യാറാവണം. അത് പ്രത്യേകിച്ചും ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളെല്ലാം കഴിയുന്നതിന്റെ അപ്പുറം അതിന് സഹായിച്ചുകൊണ്ട് അത് വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലായി അവിടെ തുടങ്ങുന്ന സ്ഥാപനം, വിദ്യാഭ്യാസ ബോർഡിന്റെ പേരിൽ അവിടെ പ്രത്യേകമായി ഒരു സ്ഥലം തന്നെ നമ്മൾ വാങ്ങുകയും ആ സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കുകയുമാണ്. ആ സ്ഥാപനം പെട്ടെന്ന് കാണാനും അത് ഉടനെ തന്നെ യാഥാർത്ഥ്യമാകാനും സാധിക്കണമെങ്കിൽ നമ്മളുടെയൊക്കെ അകമഴിഞ്ഞ സഹായം അതിനുണ്ടായിരിക്കണം. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് ആ മഹത്തായ സ്ഥാപനത്തിന് സഹായിക്കണം. അതുപോലുള്ള ദീനീ സ്ഥാപനങ്ങളെയൊക്കെ സഹായിക്കണം എന്നുകൂടി പ്രത്യേകം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ അല്ലാഹുവിന്റെ നാമം കൊണ്ട് നിർവഹിച്ചതായി ഈ മഹത്തായ പരിപാടിയിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെയും തന്നെ അവൻ ഇഷ്ടപ്പെട്ട, അവന്റെ നല്ലവരായ സ്വാലിഹീങ്ങളായ അല്ലാഹു പൊരുത്തപ്പെട്ട അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ മാസം
അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളൊക്കെ ആക്കുമാറാകട്ടെ. ഈ മഹത്തായ മാസം എതിരായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയും നമ്മളെ ബന്ധപ്പെട്ട ഒരാളെയും പെടുത്താതെ അല്ലാഹു നമ്മളെയൊക്കെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ താത്തൂർ ശുഹദാ സ്മാരക മർക്കസുൽ ഉലൂമിന്റെ ആദ്യ സംരംഭമായ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം ഇൻഷാ അല്ലാഹ് വരുന്ന 24-ാം തീയതി വൈകിട്ട് 7 മണിക്ക് വെള്ളിയാഴ്ച സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദും ബഹുമാനപ്പെട്ട PKP അബ്ദുസ്സലാം മുസ്ലിയാർ, കോട്ടുമല ഉസ്താദ് അടക്കമുള്ള ആളുകളുടെ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം 24-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കുകയാണ്. നിങ്ങളൊക്കെ സംബന്ധിക്കണം എന്ന് വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഇന്നലെ നമ്മുടെ സ്ഥാപനത്തെ സഹായിച്ചുകൊണ്ട് നമ്മുടെ അഭിനന്ദനായ MP വഹാബ് സാഹിബ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു ക്ലാസ് റൂം നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. ഉസ്താദിന്റെ ശ്രദ്ധയിലേക്ക് വേണ്ടി പറഞ്ഞതാണ്. സ്ഥാപനത്തെ സഹായിച്ചുകൊണ്ട് ജനപ്രതിനിധികളും ഒരുപാട് ആവശ്യപ്പെട്ട ആളുകളും നമ്മളോട് സഹായിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി എല്ലാ സദസ്സുകളിലും വെച്ചുകൊണ്ടും ദുആ ചെയ്യണം എന്ന് ഉസ്താദിനോട് ഉണർത്തുകയാണ്. ഇനി ഇന്നലെ നടന്ന മാറ്റം വെറുതെ വരുമോ എന്ന വിഷയത്തിലുള്ള സിംസാറുൽ ഹഖ് ഹുദവി ഉസ്താദിന്റെ പ്രകടനം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നിർവഹിക്കുന്നു. മുഅല്ലിം സെന്ററാണ് അത് പുറത്തിറക്കുന്നത്. ഇവിടെ ഈ ഗ്രൗണ്ടിൽ അത് ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൈപ്പറ്റണമെന്ന് അറിയിക്കുകയാണ്. അത് പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദും സ്വീകരിക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ തന്നെ നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള TT അബ്ദുള്ള കളന്തോട് അവറുകളാണ്. ഇരുവരെയും സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. മുഹമ്മദുർ റസൂലുള്ളാഹ് ദി റോൾ മോഡൽ എന്ന് പറയുന്ന ഉസ്താദ് സിംസാറുൽ ഹഖ് ഹുദവിയുടെ തന്നെ ഒരു VCDയുടെ പ്രകാശനം കൂടി ഇവിടെ നിർവഹിക്കപ്പെടുന്നു. അത് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് അഭിനന്ദനായ MP MI ഷാനവാസ് സാർ അവറുകളാണ്. അത് സ്വീകരിക്കുന്നത് നമ്മുടെ സഹകാരിയും സംഘടനാ നേതൃത്വത്തിലുമുള്ള ബഹുമാനപ്പെട്ട എഞ്ചിനീയർ മാമുക്കോയ ഹാജി അവറുകളാണ്. ഇരുവരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി നമ്മളോട് നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയിൽ എത്തിച്ചേർന്ന അഭിനന്ദനായ MP അവരുകളെ സംഘാടക സമിതിക്ക് വേണ്ടി അതിന്റെ കൃതജ്ഞതയും സന്തോഷവും അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയ ഷാനവാസ് സാർ നമുക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. എന്നെ വിളിച്ച അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന
പണ്ഡിതന്മാരിലും സമുദായ നേതാക്കളിൽ വെച്ച് സംസ്കാര സമ്പന്നനും ഉത്തമ ശ്രേഷ്ഠനുമായ ബഹുമാനനായ കോട്ടുമല ബാപ്പു മുസ്ലിയാർ അവർകളെ, വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അഷ്റഫ്, മറ്റ് സുഹൃത്തുക്കളെ, SKSSF-ന്റെ ഭാരവാഹികളെ, സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഞാൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഓമശ്ശേരിയിൽ SKSSF-ന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ സുഹൃത്ത് നാസർ ഫൈസി കൂടത്തായി എല്ലാമുള്ള പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെടുന്ന SKSSF-ഉം സമസ്തയുമായി ബന്ധപ്പെട്ട ട്രസ്റ്റുകൾക്കും സഹകരണ സ്ഥാപനങ്ങൾക്കും എന്തെല്ലാം ആവശ്യമുണ്ടോ അതിൽ പരമാവധി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു കൊടുക്കുകയുണ്ടായി. പ്രാരംഭമായി ഒരു സ്ഥാപനത്തിന്റെ ആംബുലൻസിന് വേണ്ടിയുള്ള ഒരു റിക്വസ്റ്റ് തരണം എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ നമ്മളിവിടെ നടക്കുന്ന താത്തൂർ സുഗത സ്മാരക മർക്കസുൽ ഉലൂമിന് വേണ്ടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ ഒരു കാസറ്റ് പ്രകാശനം ചെയ്തു. ആദരണീയനായ ബാപ്പു മുസ്ലിയാർ ഒരു കാസറ്റ് പ്രകാശനം ചെയ്തു. ഈ കാസറ്റുകളൊക്കെ ആധ്യാത്മിക ജീവിതത്തെ ധന്യമാക്കുകയാണ്. എല്ലാവർക്കും പഠിക്കുവാനും പഠിപ്പിക്കുവാനും സാധിക്കുന്ന വിജ്ഞാനമാണ് ഈ പ്രസംഗ പരമ്പരകളിലൂടെ നടക്കുന്നത്. SKSSF എന്ന് പറയുന്ന പ്രസ്ഥാനം സമസ്തയുടെ മറ്റ് പ്രസ്ഥാനങ്ങൾ, സ്ഥാപനങ്ങൾ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഐശ്വര്യമാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെയും കേരളീയ സമൂഹത്തിന്റെയും വിളക്കാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. എല്ലാ രംഗങ്ങളിലും കൃത്രിമത്വങ്ങളില്ലാതെ നേരായ മാർഗത്തിലൂടെ ഈ സമുദായത്തെ നയിക്കുന്ന ശൈഖുന ചെറുശ്ശേരി ഉസ്താദും ബാപ്പു മുസ്ലിയാരും പാണക്കാട്ടെ തറവാട്ടിലെ സമുദായ ആചാര്യന്മാരും എല്ലാം അടങ്ങുന്ന ഒരു ടീം. ഈ ടീമിന്റെ വില അതുള്ളപ്പോഴേ നമ്മൾ അറിയൂ. കേരളീയ സമൂഹത്തിന് വലിയ നേട്ടങ്ങളുണ്ടാക്കി, സമുദായത്തിന് നേട്ടങ്ങളുണ്ടാക്കി മുമ്പോട്ട് നീങ്ങുകയാണ്. നമ്മുടെ മദ്രസകൾ, സമസ്തയുടെ കീഴിൽ 10,000-ഓളം മദ്രസകളുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഡൽഹിയിൽ വെച്ച് കേരളത്തിലെ മുസ്ലിം സമുദായത്തെക്കുറിച്ച് അദ്ദേഹം മലബാറിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുന്നതിന് വേണ്ടി എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിന് 10,000-ൽ കൂടുതൽ മദ്രസകൾ കേരളത്തിൽ മാത്രമുണ്ട്.
ആ മദ്രസകളിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ അവർ പഠിപ്പിക്കുന്നു. അവർ പഠിപ്പിക്കുന്നത് വർഗീയ വിദ്വേഷത്തിന് വേണ്ടിയല്ല, ആയുധമെടുക്കുന്നതിന് വേണ്ടിയല്ല, യഥാർത്ഥ ദീനുൽ ഇസ്ലാമിന്റെ ചിന്താസരണികളിലൂടെ മനുഷ്യനെ സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ് അവർ പരിശ്രമിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത് അത്ഭുതത്തോടുകൂടി അദ്ദേഹം കേട്ടിരുന്നത് ഞാൻ ഓർക്കുകയാണ്. SKSSFന്റെ 5 ദിവസത്തെ പ്രഭാഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ മുൻപും പല പ്രഭാഷണങ്ങളിൽ കേൾക്കുന്നതിന് വേണ്ടി വന്നിരുന്നിട്ടുണ്ട്. ബഹുമാന്യനായ ഇന്ന് മലബാറിൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന പ്രഭാഷകരിൽ ഒരാളായ എന്റെ ബഹുമാന്യ സുഹൃത്ത് കബീർ ബാക്കവിയുടെ പ്രസംഗമാണ് ഇന്നിവിടെ നടക്കുവാൻ പോകുന്നത്. നമ്മുടെ സുന്നി പ്രസ്ഥാനങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. സുന്നി പള്ളിയിൽ കയറിയാൽ അതിൻ്റെതായ ഒരു പ്രത്യേകതയും പ്രത്യേക വെളിച്ചവുമുണ്ട്. അവിടെ ചൊല്ലുന്ന ദുആയ്ക്കും ദിക്റുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഒരു വല്ലാത്തൊരു ഐശ്വര്യമാണ്. എന്റെ ഉമ്മ സുഖമില്ലാതെ ഇരിക്കുന്ന ഉമ്മയാണ്. 84-85 വയസ്സായി. കഴിഞ്ഞ 7-8 മാസമായി ബെഡ് റെസ്റ്റാണ്. ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യ ഉമ്മയ്ക്ക്. അപ്പൊ കഴിഞ്ഞ ദിവസം 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഉമ്മയെ കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞു, മുമ്പ് TV ഒക്കെ കാണുമായിരുന്നു, ഇപ്പൊ TVയും കാണാൻ എനിക്ക് താല്പര്യമില്ല മോനെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് കബീർ ബാക്കവിയുടെയും നൌഷാദ് ബാക്കവിയുടെയും 2 കാസറ്റ് ഉമ്മയ്ക്ക് വാങ്ങിച്ചു. അത് കിട്ടിയതിന് ശേഷം എന്റെ ഉമ്മ ഭയങ്കര സന്തുഷ്ടയാണ്. ഇത് കേൾക്കാൻ കൊച്ചുമക്കളെല്ലാം വന്നിരിക്കും. ഇവരെല്ലാവരും കൂടെ അവസാന ദുആയും കേട്ട് കരഞ്ഞ് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഒരുപാട് വാങ്ങിച്ചത് ഇനിയും വേണമെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ 10 എണ്ണം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, 10 കാസറ്റുകളുടെ. കാര്യം അവർക്ക് കിട്ടുന്ന, മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം. നമ്മളെ പ്രാർത്ഥന ഇതാ. ഇന്നത്തെ വിഷയം വിട പറയുന്ന റംസാൻ. ഇസ്ലാമിക് കലണ്ടറിലെ 9ാമത്തെ മാസമായ റംസാൻ ബാപ്പു മുസലിയാർ അദ്ദേഹം അതിന്റെ ചില പ്രധാനപ്പെട്ട വശങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുഭവങ്ങളുണ്ടായ പരിശുദ്ധ റംസാൻ. ഞങ്ങളൊക്കെ കൊച്ചുനാൾ മുതൽ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ പള്ളികളിൽ പോയിരുന്ന് വാപ്പയോടൊപ്പം രാപ്പകലില്ലാതെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ദിക്റുകൾ ചൊല്ലി നമസ്കരിച്ച് അവസാനം അത്താഴവും കഴിച്ച് സുബഹി നിസ്കരിച്ച് വീട്ടിലേക്ക് പോയിരുന്ന കാലഘട്ടം, അന്ന് നടന്നിരുന്ന ആ ഒരു സന്തോഷം, ആ ഒരു മനസ്സ് വേറെ എങ്ങനെ. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഒരുപാട് രാഷ്ട്രീയ സമ്മേളനങ്ങളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, പ്രസംഗിച്ചില്ലെങ്കിലും ഇതുപോലൊരു സദസ്സിൽ വന്നു കഴിയുമ്പോൾ അറിയാതെ ഒരു ആത്മശക്തി ഉണ്ടാവുകയാണ്. മനസ്സ് നിറഞ്ഞ ഒരു സന്തോഷമുണ്ടാവുകയാണ്. ആ സന്തോഷവും പ്രാർത്ഥനയുമാണ് നമ്മളെയെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. 1-2 ഔദ്യോഗിക പരിപാടികളിൽ എനിക്ക് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. കബീർ ബാക്കവി സാഹിബ് ഇവിടെ എത്തുന്നതിന് മുമ്പ്
ഒന്ന് കണ്ടിട്ട് പോകണം. സാദിഖലി ശിഹാബ് തങ്ങള് ഇവിടെ എത്തുമെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് MD എന്ന രീതിയിൽ 10 പേരെ ഹജ്ജിന് അയക്കാൻ വേണ്ട അവസരം കിട്ടി ഇപ്രാവശ്യം. അപ്പൊ ഇത് ആരോടാണ്? ഈ അർഹതയുള്ളവർ വേണമല്ലോ എന്ന് വിചാരിച്ച് 2 പേരെ ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടി 2 പാവങ്ങളെ ഞങ്ങളുടെ ചെലവില് ഹജ്ജിന് വിടാൻ തീരുമാനിച്ചു. പിന്നെ ആരോട് ചോദിക്കണം എന്ന് ചോദിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് സാദിഖലി ശിഹാബ് തങ്ങളുടെ രൂപമാണ്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു പറഞ്ഞു, തങ്ങളെ ഇങ്ങനെ എനിക്ക് 10 പേരെ അയക്കാൻ സാധിക്കും, 2 പേരെ ഞാൻ സെലക്ട് ചെയ്തു, തങ്ങളൊരു 3-4 പേരുടെ പേര് തരണമെന്ന് പറഞ്ഞു. തങ്ങള് എനിക്ക് പേര് തന്നു. ആ പേര് തന്നത് ഞാൻ ഡൽഹി കൊടുത്തു. ഇൻഷാ അല്ലാഹ് അവർക്ക് ഭംഗിയായി ഹജ്ജ് നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാണ് ഞാനും നിങ്ങളുമായിട്ടുള്ള ഒരു ആത്മബന്ധം. നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം കിട്ടുന്ന പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഒരാളെ യാത്രയയക്കുവാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ ശക്തി. മുസ്ലിം സമുദായത്തിൽ ധാരാളം പ്രശ്നങ്ങൾ, ഞാൻ രാഷ്ട്രീയ വിഷയങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല, പക്ഷെ അത് പറയുവാനുള്ള ആർജവം നമുക്ക് വേണം. ഞാനൊരു മുസൽമാനാണ് എന്ന് പറയുമ്പോൾ പറയുന്നതിന് വേണ്ടിയുള്ള ഒരു അഭിമാന ബോധം ഉണ്ടാവണം. എന്റെ അഭിപ്രായത്തിൽ ഞാനൊരു മുസൽമാനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാനൊരു സമ്പൂർണ്ണ മനുഷ്യനാണ് എന്നാണ്. അതിലേക്ക് നയിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മതപ്രസ്ഥാനമായി വളർന്നുകൊണ്ടിരിക്കുന്നു ദീനുൽ ഇസ്ലാം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അമേരിക്കയിൽ മാത്രം 2300 മുസ്ലിം പള്ളികൾ പുതിയതായിട്ടുണ്ടായി. ലോകത്ത് മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം. അതാണ് പറയുന്നത്, ചരിത്രകാരന്മാർ വിധിയെഴുതി, ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലിജിയൻ ഓൺ എർത്ത് ഈസ് ഇസ്ലാം. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതൊരു മനുഷ്യൻ ആശ കൊടുത്ത്, പ്രതീക്ഷ കൊടുത്ത് അവന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുവാൻ ഇസ്ലാമിന് സാധിക്കുന്നു. അതാണ് ഇസ്ലാമിന്റെ ശക്തി, ഇസ്ലാമിന്റെ വളർച്ച. SKSFന്റെ ഭാരവാഹികളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. സമസ്തയുടെ അജയ്യനായ നേതാവ് ബാപ്പു മുസ്ലിയാർ അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടാനാവാത്ത വിധത്തിൽ നമുക്ക് പോകാൻ സാധിക്കും. ഇന്റർനെറ്റിന്റെ യുഗമാണ്. ആ യുഗത്തിൽ നമ്മൾ ഇന്റർനെറ്റിലേക്ക് കടന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം ദി ഗ്രേറ്റ്നെസ് ഓഫ് ഇസ്ലാം എന്നൊന്ന് വെറുതെ അടിച്ചു കൊടുത്തു. ഇസ്ലാമിന്റെ വലിപ്പം. പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് ലേഖനങ്ങൾ വരികയാണ്. ഞാൻ പേനയും പേപ്പറും എടുത്തു വെച്ച് ആദ്യം കണ്ട എന്തുകൊണ്ട് ഇസ്ലാം ഗ്രേറ്റ് അല്ല എന്ന് പറയുകയാണ്. നമുക്കെതിരായിട്ടുള്ളതാണ്. അപ്പോൾ ഇന്റർനെറ്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി, വഴിതെറ്റിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ധാരാളം ലേഖനങ്ങൾ, ലേഖന പരമ്പരകൾ എഴുതിയിട്ടുണ്ട്. അവിടെ നിന്നും ഒരു ക്ലാരിറ്റി കൊടുക്കാൻ സമസ്തയ്ക്ക് സാധിക്കുന്നു. അതാണ് സമസ്തയുടെ ശക്തി. യഥാർത്ഥ മാർഗം ഇതാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഈ തെറ്റിദ്ധരിപ്പിക്കലിനായി നമുക്കറിയാം, ഇസ്രായേൽ ജൂതന്മാർ
മുസ്ലിങ്ങൾക്കെതിരായി ധാരാളം പ്രചരണങ്ങൾ നടത്തുന്നു. സമീപകാലത്ത് ഞാൻ ഒരു ലേഖനം വായിക്കുകയുണ്ടായി. കൊച്ചുകുട്ടികളെയൊക്കെ വധിക്കുന്ന ഐസ് എന്ന് പറയുന്ന ഭീകര സംഘടന ഇസ്രയേലിന്റെ സൃഷ്ടിയാണ് എന്ന് വിശ്വസിതമായ ചരിത്രകാരന്മാർ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ഈ പ്രസ്ഥാനത്തെ തകർക്കാനാവില്ല. അതൊന്നും സാധിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ സമയം ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ അവസാനത്തെ 10 നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളും വിളികളും അതിന് അല്ലാഹു ഉത്തരം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് SKSSF-ന്റെ ചൈതന്യമുള്ള പ്രവർത്തനങ്ങൾ, ശരിയായ രീതിയിലുള്ള മാർഗങ്ങൾ, കള്ളവും ചതിയും കാപട്യവും ഇല്ലാതെ ഈ സമുദായത്തെ നയിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി അനുദിനം SKSSF വളരുവാൻ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വിജ്ഞാനം വിനയം സേവനം SKSSF ഒരു ലഘു പരിചയം എന്ന് പറയുന്ന മുജീബ് ഫൈസി പോലോട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ പ്രകാശനം ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് SKSF-ന്റെ പഴയകാല ലീഡറും ജമിയത്തുൽ മുഅല്ലിമീന്റെ നേതാവുമായ പി ബാവ ഹാജിക്ക് കോപ്പി നൽകി പ്രകാശനം കർമ്മം നിർവഹിക്കുന്ന ഇരുവരെയും സഹോദരം ക്ഷണിക്കുന്നു. SKSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പുറത്തിറക്കുന്ന റഹ്മ എന്ന് പറയുന്ന സ്പെഷ്യൽ പതിപ്പ് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് അഭിനന്ദനായ ഉസ്താദ് കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ, സ്വീകരിക്കുന്നത് ബഹുമാനപ്പെട്ട ദീപ് ഹാജി. സുബൈർ മാഷ് ഇങ്ങോട്ട് لا إله إلا الله الله أكبر الله أكبر ولله الحمد. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട കബീർ ബാക്കവി കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അബൂബക്കർ ഫൈസി മലയമ്മയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ശുദ്ധ റമളാനിന്റെ ഈ പകലിൽ ഈ സദസ്സിൽ ഇൽമ് പഠിക്കാൻ നാം ഇരിക്കുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇപ്പമായ വേദി വിഷയ അവതാരകനായ കബീർ ബാക്കവി ഏതാനും മിനിറ്റുകൾക്ക് വേദിയിൽ എത്തിച്ചേരും. അല്ലാഹു തൗഫീഖ്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന നന്മയുടെ വസന്തം, നേരിന്റെ സുഗന്ധം എന്ന
പ്രമേയത്തിൽ അധിഷ്ഠിതമായ ക്യാമ്പയിൻ തുടർന്ന് തന്നെയാണ് ഇവിടെയും ഈ ശ്രദ്ധേയമായ സംഗമം നാം സംഘടിപ്പിച്ചത്. താത്തൂരിൽ സ്ഥാപിതമാകുന്ന മർക്കസുൽ ഉലൂം എന്ന കാലം തേടുന്ന സ്ഥാപനത്തിന്റെ വളർച്ചയും നിലനിൽപ്പുമാണ് പ്രധാനമായും ഇതുകൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത്. അള്ളാഹു സഫലീകരിക്കും. കേരളക്കരയിലെ ഇസ്ലാമിക സമൂഹത്തെ, ലോക ഇസ്ലാമിക സമാജത്തെ അസൂയാവാഹമാകുന്ന രീതിയിൽ നോക്കിക്കാണുന്ന അത്ഭുതകരമായ റോൾ മോഡലാക്കി വർത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആധ്യാത്മിക സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അമഹിതമായ പണ്ഡിത സഭയുടെ ആശയാദർശങ്ങൾ, ആചാരവിശ്വാസാനുഷ്ഠാനങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട് പരിചയപ്പെട്ട വിശുദ്ധ ദീനിന്റെ നേർപ്പാതയാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി നാം തേടുകയാണ്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേർമാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർത്തണേ നാഥ. ഈ നേരിന്റെ പാത എന്ത് എന്ന് ഖുർആൻ അവിടെ തന്നെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. വിഷയമില്ല. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താണ്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹം ചെയ്തു കൊടുത്ത ജനവിഭാഗത്തിന്റെ മാർഗമാണ്. ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, അവർ നിന്റെ കോപമേറ്റവരോ വഴിപിഴച്ചവരോ അല്ല. അല്ലാഹുവിന്റെ കോപമേറ്റിട്ടില്ലാത്ത, വഴിപിഴച്ചവരല്ലാത്ത പൂർവ്വസൂരികളുടെ അനുഗ്രഹീതമായ പാതക്കാണ് അസ്റാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക ശൃംഖല അവസാനിപ്പിച്ചുകൊണ്ട് ലോകത്ത് നിയോഗിച്ച പ്രവാചക ശ്രേഷ്ഠരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ലോകത്ത് പഠിപ്പിച്ച വിശുദ്ധ ദീൻ അക്ഷരാർത്ഥത്തിൽ പകർത്തി ലോകത്തെത്തിച്ച സ്വഹാബത്തെ കിറാം, ആ പുണ്യ സ്വഹാബത്തിന് ഏതു രീതിയിലാണോ ലോകത്ത് ജീവിച്ചത് അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. കേരളക്കരയിൽ പുണ്യ സ്വഹാബത്തിനെ പൂർണ്ണാർത്ഥത്തിൽ അനുകരിക്കുകയും തുടരുകയും ചെയ്യുന്ന ആധുനിക കാലഘട്ടത്തിന്റെ പ്രാസ്ഥാനിക രൂപത്തിന്റെ പേരാണ് സമസ്ത എന്ന് പറയുന്നത്. അതൊരു സംഘടിതമായ രീതിയുടെ പേരല്ല. നമ്മുടെ നാട്ടിൽ സ്വഹാബത്ത് പഠിപ്പിച്ച ദീൻ അതേ രീതിയിൽ ഇന്ന് കൊണ്ടു നടക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് സൂറത്തുൽ ഫാത്തിഹയിലൂടെ പഠിപ്പിച്ചു തന്ന ആശയത്തെ തുടരുന്ന ജനസഞ്ചയമാണ് സമസ്തയുടെ വാക്താക്കളും അതിന്റെ അനുയായികളും. കേരളക്കര ഇന്ത്യ മഹാരാജ്യത്ത്, ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ സാംസ്കാരികമായി, ദൈക്ഷണികമായി, സാമൂഹികമായി, ആത്മീയമായി ഒരുപാട് ഉന്നതികൾ പ്രാപിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാളിതുവരെ തുടർന്നു പോന്ന ഈ നാടിന്റെ മുഖ്യധാരയിലേക്ക് സമൂഹത്തെ അടുപ്പിക്കുന്നതിലും പാരസ്പര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഭാത്രതയുടെയും ആശയതലത്തിലേക്ക് ഇസ്ലാമിക സമൂഹത്തെ അടുപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച നമ്മുടെ പൂരം അവർ ഈ നാട്ടിൽ ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് സമൂഹം ഇന്ന് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഈ വേദിയിൽ പ്രഭാഷണം നടത്തേണ്ട അമീറായ അഹമ്മദ് കാബി ഉസ്താദ് അവർ ഈ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആരോഗ്യത്തോടെ ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്ത സേവനങ്ങൾ വിശദീകരിക്കേണ്ടത് ഇവിടുത്തെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും അംഗീകരിക്കുകയും അതിനെ അനുധാവനം ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള ഈ ഉലമാക്കൾ, നമ്മുടെ സാദാത്തുക്കൾ, അവരെ സമൂഹം അംഗീകരിക്കുന്നതിന്റെ, ബഹുമാനിക്കുന്നതിന്റെ അടയാളങ്ങൾ വിശദീകരിക്കേണ്ടത്. എന്നാൽ ആ മഹത്തുക്കൾ അവർ നേതൃത്വം നൽകുന്നു.
സത്യസന്ധമായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ അതിതീഷ്ണമായ വെല്ലുവിളികളെ നേരിട്ട സമയം ഇത് ക്രമേണ മുഴുതിയ മഹാരഥന്മാർ നേതൃത്വം നൽകി. ഈ പ്രസ്ഥാനത്തെ അതിന്റെ അടിവേററുക്കാൻ തന്നെ ചില ആളുകൾ ശ്രമിച്ച ഒരിടത്താണ് ഇന്ന് SKSSF മർക്കസുൽ ഉലൂം എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് മുന്നേറുന്നത്. വിശുദ്ധരായ ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖാമിന്റെ ചാരത്ത് നേരത്തെ കോട്ടുമൽ ഉസ്താദ് പറഞ്ഞതുപോലെ കേരളക്കരയിൽ ആ ശുഹദാക്കൾ കൂടുതൽ പ്രസക്തമാകുന്ന രീതിയിൽ SKSSFന്റെ പ്രവർത്തനം വഴി സമത്വയുടെ പിന്തുണ വഴി മർക്കസുൽ ഉലൂം നാം മുന്നോട്ട് പോവുകയാണ്. അതിന്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഇനിയും സമയമുണ്ടാക്കുമ്പോൾ നമുക്ക് പറയാവുന്നത് കൊണ്ട് തന്നെ നാം ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഈ സദസ്സിന്റെ അനുഗ്രഹീതനായ പ്രഭാഷകൻ ശങ്കരായ മറാവട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരന്മാരെ, നമ്മുടെ ഈ മർക്കസുൽ ഉലൂം എന്ന സ്ഥാപനത്തിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ നാം സംഘടിപ്പിച്ച് ഒരു വർഷമാകും. ഇതിനെ തുടർന്നുകൊണ്ട് നേരത്തെ ഉസ്താദ് പറഞ്ഞു, ബാപ്പു മുസ്ലിയാർ പറഞ്ഞതുപോലെ ആ മഖാമിൽ അന്ത്യവിശ്രമങ്ങൾ 22 ആ ശുഹദാക്കളുടെ മഖാം നേരത്തെ ആ മഖാമിൽ ഒരുപാട് ആളുകൾ വരികയും സിയാറത്ത് നടത്തുകയും ചെയ്യുകയും പിന്നീട് ഇടക്കാലത്തിന്റെ ശോഭയും അതിന്റെ പ്രചാരണവും അല്പം മങ്ങിപ്പോയി. വീണ്ടും മർക്കസുലുമായി ബന്ധപ്പെട്ട് നാം ഈ പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം ഒരുപാട് ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആ മഖാം സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കും. ഇത് മാത്രമല്ല, ആ മഖാമിൽ വരികയും സിയാറത്ത് ചെയ്യുകയും അങ്ങനെ ആ സിയാറത്തിന് ശേഷം കൃത്യമായി തന്നെ എന്ന് പറയുന്ന നമ്മുടെ സമത്വയുടെ സ്ഥാപനത്തിന് വേണ്ടി അവിടെ സ്ഥാപിതമായ ആ സ്ഥാപനത്തിൽ സ്ഥാപിച്ച നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട നേർച്ച പട്ടികകളിൽ പോലും ഇതിന്റെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ ബഹുമാനപ്പെട്ട റയീസുൽ മുഹ്ഖിഖീൻ കണ്ണിദുസ്താൻ ദർസ് നടത്തിയ ആ പ്രദേശത്ത് വളരെ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ തകർത്തു കളയാൻ ആ പ്രദേശത്ത് കടന്നുകൂടുകയും നമ്മുടെ മഹാരഥന്മാരായ സാധുമാരെയും സാധാത്തുക്കളെ പോലും ആക്രമിച്ച് അവിടെ തുരത്താൻ ശ്രമിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ അങ്ങനെ ഇല്ലാതെയായി പോകുമെന്ന് കരുതിയെടുത്ത് നാം ശക്തമായി മുന്നേറുകയും സമത്വ ായി മാറുകയും ചെയ്തപ്പോൾ ആ മഖാമിന്റെ പരിസരത്ത് അതിന്റെ പുറത്ത് നാം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആ സ്ഥാപനത്തിലെ വിഷയിലേക്ക് പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട